അപ്പോൾ നമ്മളിന്ന് മധുഹൂത്ത് ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. ഫസ്റ്റ് ട്രൈ ആണ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അതിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു. ക്യാപ്സിക്കം, പച്ചമുളക്, അതിലുള്ള സാധനം, ഉള്ളി, പിന്നെ ചിക്കൻ, ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതിലുള്ള മസാലയൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് വീഡിയോയിലുണ്ട്. തക്കാളി അതിക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാനുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണിത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാൻ നിൽക്കണേക്ക് എണ്ണ ആദ്യം ഒഴിക്കണം. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ നമുക്ക് ചേർക്കാൻ. അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം വലിയ ഉള്ളി ഇട്ട് കൊടുക്കണം, പിന്നെ പച്ചമുളക് അങ്ങോട്ട് മാറ്റിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി അതൊക്കെ നമ്മളേക്ക് മുട്ടയൊക്കെ ഇടുകയാണെങ്കിൽ ആദ്യം വലിയ ഉള്ളി സബോള ഇട്ടു, പിന്നെ നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് നമുക്ക് നന്നായിട്ട് നമ്മളിത് വഴറ്റി എടുക്കണം. നന്നായിട്ടായ ശേഷം ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ നമ്മളത് ചേർക്കുള്ളൂ. ഓക്കെ, എല്ലാതും പാടെ മിക്സ് ചെയ്യാണ് നമ്മൾ. ബാക്കിയുള്ള പൊടികൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ്, പൊടിയല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മളേക്ക് ചേർക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഗൈസ്. അപ്പം നമുക്ക് നന്നായിട്ട് അന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ടോർച്ച് അടിച്ചിട്ട് നോക്കുക, പക്ഷേ നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നം കാരണമേ. അപ്പം അതിക്ക് തക്കാളി സോസ് പറഞ്ഞു. തക്കാളി നമ്മൾ അടിച്ചതാണ്, തക്കാളിയൊക്കെ അടിച്ച് പേസ്റ്റാക്കി വെച്ചിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഒഴിച്ചെടുത്തു. അസവത്തിന് വന്നു. അപ്പോൾ ഇനി അത് ഒഴിച്ചെടുത്ത് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ബാക്കിയുള്ള നമ്മൾ ചെയ്യണം. നേരത്തെ അല്ലാതെ നമുക്ക് കിട്ടും തക്കാളി സോസിന് അതിൻ്റെ ഇതൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ബാക്കി. അപ്പോൾ ഗ്യാസ് നമ്മൾ മാഗി ക്യൂബ് ചേർത്തതാണ്, പക്ഷെ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് മാഗി ക്യൂബ് അത് ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മളേക്ക് ചിക്കൻ ഇടുകയാണ്. അപ്പം എല്ലാം നന്നായിട്ട് എല്ലാം വെന്ത് വന്നേക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചിക്കൻ ചേർക്കുകയാണ്. ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് വേവണം. അതിന് ശേഷം നമുക്കിനി ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് അരിടാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തും കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കൻ മധുഹൂത്ത് ഫസ്റ്റ് ട്രൈ ആണ്, എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ച ശേഷം നമ്മളതിലേക്ക് അരി ചേർക്കുള്ളൂ. ഇനി അങ്ങനെ നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞു. ഞാൻ പച്ചമുളക് നമ്മളതിന് ചതക്കൊന്നും ചെയ്യാൻ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക്. അപ്പോൾ പച്ചമുളക് നമ്മൾ ചേർത്തെടുത്ത് അപ്പോൾ നമ്മളത് ഒരു വിസിൽ അടിക്കണം. വിസിലടിച്ച ശേഷം ഇനി നമ്മൾ അതിലേക്ക് അരി ചേർക്കണം. അപ്പോൾ നമ്മൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് പക്ഷേ നമ്മളത് അപ്പം ഇട്ടിരുന്നു. ഒരു വിസിലടിച്ചൽ കഴിഞ്ഞ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്നുകൂടി വേവാനുണ്ട്. നമുക്ക് അങ്ങനെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പുണ്ടോ, ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളെ ചിക്കൻ മധുഹൂത്ത് ബിരിയാണി റെഡി ആവാനായിക്കണു. നമ്മളെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് അരി അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളെ അരി ഇടൽ കഴിയാനായി. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നമ്മളത്
ഒരു വിസിൽ അടുപ്പിക്കണം. അങ്ങനെ നമ്മളെ ചോറ് റെഡിയാവാനായി, മധുഹൂത്ത് റെഡിയാവാനായി. ഫസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മളത് ഗ്യാസുമ്മേക്ക് വെച്ച് ഇനി നമുക്കത് ഒരു വിസിൽ ആവുന്നത് വരെ നമുക്കത് വേവിക്കാം. അങ്ങനെ നമ്മൾ മധുഹൂത്ത് റെഡിയാവാനായി ഗൈസ്. അങ്ങനെ നമ്മളെ വിസിലടിച്ചാനായിക്കണം. അങ്ങനെ വിസിലടിച്ച് അങ്ങനെ നമ്മളെ ചിക്കൻ മധുഹൂത്ത് റെഡിയായി. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം അങ്ങനെ നമ്മളത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഹസ്സ്. അപ്പോൾ നമ്മളെ പാത്രത്തേക്ക് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളെ മധുഹൂത്ത് ബിരിയാണി റെഡിയായി ഗൈസ്.